തൃശ്ശൂരിൽ അത്തരത്തിൽ കള്ളവോട്ട് വ്യാപകമായ തോതിൽ BJPയുടെ നേതൃത്വത്തിൽ ഫ്ലാറ്റുകളിലും അതേപോലെ തന്നെ വാടക വീടുകളിലും ചേർത്തിട്ടുണ്ടെന്ന് അന്നേ പരാതി ഉണ്ടായിരുന്നതാണ്. അവിടെ നിന്ന് ജയിച്ച പാർലമെൻറ്റ് മെമ്പർ ആയിട്ടുള്ള സുരേഷ് ഗോപി ഏതാണ്ട് 6 മാസക്കാലം അവിടെ ക്യാമ്പ് ചെയ്ത് ഈ കാര്യങ്ങൾ നിർവഹിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ വളരെ ശക്തമായിട്ടുള്ള ആശയം വന്നിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ പോലുള്ള സ്ഥാപനങ്ങൾ സ്വതന്ത്രമായി തന്നെ പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങളാണ്. ആ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങൾ ഇന്നിപ്പോൾ കേന്ദ്ര BJP ഗവൺമെൻറ് വാലായി പ്രവർത്തിക്കുകയാണ്. അവർ പറയുന്ന സ്ഥലത്ത് വോട്ട് ഇഷ്ടം പോലെ കള്ളവോട്ട് ചേർത്ത് ജനപ്രതിനിധികൾ ജയിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആശയം ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ കള്ളവോട്ട് ചേർത്തു എന്നുള്ള ആക്ഷേപത്തെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യമാണ്. സുരേഷ് ഗോപിയെ കാണാനില്ല. അദ്ദേഹം സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളുണ്ടായാൽ അവിടെയെല്ലാം വന്ന് ഒരു പ്രചരണം നടത്തുന്ന ഒരു പതിവാണ്. അപ്പോൾ ഇനി എന്തെല്ലാം നമ്മൾ പറഞ്ഞേക്കും അവരുടെ BJPയുടെ നേതാക്കന്മാർ ഒരു ഭാഗം മിണ്ടുന്നില്ല, കേന്ദ്ര ഗവൺമെൻറ് ഒന്നും മിണ്ടുന്നില്ല. ഒരു കേന്ദ്ര മന്ത്രിയെ കാണാനില്ല എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള വിഷയമല്ലേ. അപ്പോൾ എന്താണ് BJP ഇന്ന് രാജിവെച്ച് പോയോ? അതെല്ലാം വ്യക്തമാക്കേണ്ട BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്. അപ്പോൾ അദ്ദേഹം എന്തായാലും ഇപ്പോൾ ഒരു ആൾക്കാർ വളരെ ഗൗരവപൂർവ്വം അദ്ദേഹത്തിൻ്റെ ഈ ഒളിച്ചുപോക്ക് ചർച്ച ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഒളിച്ചു പോകുന്നത്? ഒരു ജനപ്രതിനിധി ഒരു നിശ്ചിത സമയത്തോ അല്ലെങ്കിൽ നിരന്തരമായി സമൂഹത്തിൽ കാണാതിരുന്നാൽ സ്വാഭാവികമായിട്ട് സമൂഹം തിരക്കും. കാരണം ആ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാണ്. അപ്പോൾ ഇതിലെന്തോ ഒരു കള്ളക്കളിയോ പെശകോ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.